പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമെന്ന് തോമസ് ചാണ്ടി. മന്ത്രിയെ തീരുമാനിക്കുന്നത് LDFും NCPയുമാണ്. നിരപരാധിത്വം തെളിയിച്ച് AK ശശീന്ദ്രൻ തിരിച്ചെത്തിയാൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാകുമെന്നും തോമസ് ചാണ്ടി കുവൈത്തിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇടതുമുന്നണിയിൽ NCPക്ക് അവകാശപ്പെട്ട മന്ത്രിയെ തീരുമാനിക്കേണ്ടത് NCP ദേശീയ ഘടകമാണെന്നും പാർട്ടി തീരുമാനം അനുസരിക്കുന്നതിനും ചുമതല ഏറ്റെടുക്കേണ്ടത് NCPയുടെ MLA എന്ന നിലയ്ക്ക് തന്റെ ബാധ്യതയാണെന്നും കുവൈത്തിലുള്ള തോമസ് ചാണ്ടി MLA മാതൃഭൂമിയോട് പറഞ്ഞു. പാർട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും അത് ഏറ്റെടുക്കുമെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. ഏതെങ്കിലും ഉത്തരവാദിത്വം മുന്നണിയോ പാർട്ടിയോ ഏൽപ്പിച്ചത് ചെയ്യാൻ ഞാൻ പ്രാപ്തനാണെന്ന് മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് NCP ആണെന്നും NCPയുടെ അവകാശങ്ങളിൽ CPM ഇടപെടില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തോമസ് ചാണ്ടി മന്ത്രിസ്ഥാനം പാർട്ടി ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത്. അതേസമയം ആരോപണ വിധേയനായ AK ശശീന്ദ്രൻ തന്റെ നിരപരാധിത്വം തെളിയിച്ച് തിരികെ വരികയാണെങ്കിൽ ഒരു നിമിഷം പോലും കാത്തുനിൽക്കാതെ സ്ഥാനം ഒഴിയുന്നതാണെന്നും തോമസ് ചാണ്ടി MLA പറഞ്ഞു. NCP അധ്യക്ഷൻ ശരത് പവാറാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും നാളെ കേരളത്തിലെത്തുന്ന തോമസ് ചാണ്ടി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാതൃഭൂമിയോട് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്. UAEയിൽ പാക് പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 10 ഇന്ത്യക്കാർക്ക് മോചനത്തിന് വഴിതെളിയുന്നു. കൊല്ലപ്പെട്ട പാക് പൗരന്റെ കുടുംബം കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് മാപ്പ് നൽകിയ സാഹചര്യത്തിൽ ദയാവധം കോടതിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞു. ഏപ്രിൽ 12-ന് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുമെന്നാണ് സൂചന. അലൈനിൽ 2015 ഡിസംബറിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് പാക് പൗരൻ കൊല്ലപ്പെട്ടത്. ഈ കേസിൽ 11 ഇന്ത്യക്കാരായിരുന്നു പ്രതികൾ. ഇവരിൽ ഒരാൾ ഒഴികെയുള്ളവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പഞ്ചാബ് സ്വദേശികളായിരുന്നു എല്ലാവരും. ഇവരുടെ ശിക്ഷ ഒഴിവായി കിട്ടാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന സർബത്ത് ദാ ബാല ചാരിറ്റബിൾ ട്രസ്റ്റ് കുറെ മാസങ്ങളായി ശ്രമിച്ചു വരികയായിരുന്നു. കൊല്ലപ്പെട്ട പെഷവാർ സ്വദേശി മുഹമ്മദ് ഫർഹാന്റെ കുടുംബത്തെ സമീപിച്ച് ശിക്ഷിക്കപ്പെട്ട പഞ്ചാബികളുടെ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് മാപ്പ് നൽകാൻ അവർ തയ്യാറായതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് SPA ഒബ്രോയ് പറഞ്ഞു. ਦਸੰਬਰ ਮਹੀਨੇ ਵਿੱਚ 7 ਦਸੰਬਰ ਨੂੰ ਜਿਹੜਾ ਸੀ ਕੇਸ ਅਪੀਲ ਕੋਰਟ 'ਚ ਆ ਗਿਆ। ਉਸ ਤੋਂ ਬਾਅਦ ਪਹਿਲੀ ਤਰੀਕ ਜਿਹੜੀ ਪਈ ਉਹ 21 ਦਸੰਬਰ ਪਈ। ਉਸ ਤੋਂ ਬਾਅਦ 23 ਜਨਵਰੀ ਤੇ 27 ਫਰਵਰੀ ਡੇਟ ਪਈ। ਉਹ ਜਿਹੜੀ ਲਾਸਟ ਡੇਟ ਪਾਈ ਉਹ 22 ਜਿਹੜੀ ਸੀ ਪਰਸੋਂ ਲੰਘ ਕੇ ਗਈ ਹੈ। 22 ਤਰੀਕ ਨੂੰ ਲਾਸਟ ਡੇਟ ਪਾਈ ਗਈ। ਇਹਨਾਂ 4 ਕੇਸਾਂ 4 ਡੇਟਾਂ ਦੇ ਵਿੱਚ ਜਿਹੜਾ ਅਸੀਂ ਆਪਣੇ ਬੰਦੇ ਭੇਜ ਕੇ ਉਹਨਾਂ ਦੀ ਜਿਹੜੀ ਕਿ ഫാമിലി സി ഒന്നും ਅਸੀਂ കോൺടാക്ട്. പാകിസ്ഥാൻ കുടുംബം മാപ്പ് നൽകിയ കാര്യം കോടതിയിൽ സമർപ്പിച്ചതായും തക്കതായ ദിയാദനം കെട്ടിവെച്ചതായും ഇന്ത്യൻ എംബസി അധികൃതരും സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ വധശിക്ഷ ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ എംബസി അധികൃതരും. തന്റെ പ്രതിനിധി പെഷവാറിൽ ചെന്ന് ബന്ധപ്പെട്ടവരോട് മാപ്പ് നൽകാനായി അപേക്ഷിക്കുകയായിരുന്നുവെന്ന് SPS ഒബ്രോയ് വിശദീകരിച്ചു. 10 ഇന്ത്യൻ കുടുംബങ്ങളെ കൂടി കണ്ണീരിലാഴ്ത്താൻ താൽപര്യമില്ലെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് പറഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാടുകടത്തൽ കേന്ദ്രങ്ങൾ വഴി രാജ്യം വിടുന്നവർക്ക് സർക്കാർ ചെലവിൽ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം നിയമലംഘകരുടെ യാത്രാരേഖകൾ നയതന്ത്ര കാര്യാലയങ്ങൾ വിതരണം ചെയ്യണമെന്നും നാടുകടത്തൽ കേന്ദ്ര മേധാവി വ്യക്തമാക്കി. 90 ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് വേളയിൽ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി തർഹീൽ അഥവാ നാടുകടത്തൽ കേന്ദ്രങ്ങളിലെത്തുന്ന നിയമലംഘകരായ വിദേശികളെ സൗദി സർക്കാരിന്റെ ചിലവിൽ നാട്ടിലെത്തിക്കും. ഇവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തർഹീൽ മേധാവി കേണൽ സഅദ് ബിൻ തറാബിഹ് ബിൻ ഗന്നാം അറിയിച്ചു. നിയമലംഘകർക്കുള്ള യാത്രാരേഖകൾ വിതരണം ചെയ്യേണ്ടത് എംബസികളും കോൺസുലേറ്റുകളുമാണ്. പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയുള്ളവർ നാടുകടത്തൽ കേന്ദ്രങ്ങളെ സമീപിക്കണം. ഇത്തരക്കാരെയാണ് സൗദി സർക്കാരിന്റെ ചിലവിൽ തിരിച്ചയക്കുന്നത്. നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്ന വിദേശികളെ ഓരോ രാജ്യത്തിന്റെയും എംബസി, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തണം. ഇതിനുശേഷം മാത്രമേ രാജ്യം വിടാൻ അനുവദിക്കുകയുള്ളൂവെന്നും തർഹീൽ മേധാവി പറഞ്ഞു. സൗദി അറേബ്യയിലെ 13 പ്രവിശ്യകളിലായി 18 നാടുകടത്തൽ കേന്ദ്രങ്ങളാണുള്ളത്. ഇവിടങ്ങളിൽ ഭക്ഷണം, താമസം, ചികിത്സ തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ രാജ്യക്കാരെയും പ്രത്യേകം പാർപ്പിക്കാനുള്ള സജ്ജീകരണം പൂർത്തിയായതായും കേണൽ സഅദ് ബിൻ തറാബിഹ് ബിൻ ഗന്നാം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഈ വർഷം അവസാനം വരെ എണ്ണ ഉൽപാദന നിയന്ത്രണം നീട്ടാൻ കുവൈത്തിൽ സമ്മേളിച്ച ഒപെക് ഇതര രാജ്യങ്ങളുടെ സംയുക്ത മന്ത്രിതല യോഗം തീരുമാനിച്ചു. എണ്ണ ഉത്പാദന നിയന്ത്രണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിന് കുവൈത്ത് എണ്ണ വകുപ്പ് മന്ത്രി ഇസാം അൽ മർസൂഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടാമത് ഓപെക് ഇതര രാജ്യങ്ങളുടെ സംയുക്ത മന്ത്രിതല യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഓപെക് ഇതര രാജ്യമായ റഷ്യ ഉൾപ്പെടെ ഒമാൻ, ഇറാഖ്, UAE, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. എണ്ണ ഉത്പാദനം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ജനുവരി 1 മുതൽ 6 മാസത്തേക്കാണ് മുൻ തീരുമാനം. എന്നാൽ രണ്ടാമത് ഓപെക് ഇതര സംയുക്ത മന്ത്രിതല യോഗം നിയന്ത്രണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനാണ് തീരുമാനിച്ചത്. എണ്ണ ഉത്പാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഫലപ്രദമാണെന്നും നിയന്ത്രണം പൂർണ്ണമായും പാലിക്കുന്നതിന്
കുറയ്ക്കുന്നതിന് OPEC അംഗരാജ്യങ്ങളും OPEC ഇതര രാജ്യങ്ങളും തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതേസമയം OPEC അംഗരാജ്യങ്ങളെല്ലാം ജനുവരി 1 മുതൽ പ്രതിദിന ഉൽപാദനത്തിൽ 1.2 മില്യൺ ബാരൽ കുറവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ OPEC ഇതര രാജ്യങ്ങളിൽ പകുതിയിലേറെയും ഉൽപാദന നിയന്ത്രണം പാലിച്ചിട്ടില്ല. എണ്ണ ഉൽപാദന നിയന്ത്രണത്തെ തുടർന്ന് എണ്ണവിലയിൽ ഫലപ്രദമായ മാറ്റം ഉണ്ടായതായും യോഗം വിലയിരുത്തി. റഷ്യൻ എണ്ണമന്ത്രി അലക്സാണ്ടർ നോവാക്, OPEC സെക്രട്ടറി ജനറൽ മുഹമ്മദ് സാനുസി ബർക്കിൻഡോ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ 15% കുറവ് വരുത്തുമെന്ന് ഒമാൻ എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം. ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ ആവശ്യം വർദ്ധിച്ചതോടെയാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. ജൂൺ മാസത്തോടുകൂടി പുതിയ കയറ്റുമതി തോത് നിലവിൽ വരും. OPEC അംഗങ്ങളായ രാഷ്ട്രങ്ങളുമായി ഉൽപാദന നിയന്ത്രണം സംബന്ധിച്ച കരാറിന് പുറമെ സോഹർ റിഫൈനറിയിലേക്ക് അധിക എണ്ണ ആവശ്യമായി വരുന്നത് കണക്കിലെടുത്താണ് കുറവ് വരുത്താൻ ആലോചിക്കുന്നത്. കയറ്റുമതി കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒമാനിൽ നടന്നുവരികയായിരുന്നു. ഇത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ തോത് കുറക്കും. ഒമാൻ കയറ്റുമതിയിൽ വീണ്ടും കുറവ് വരുത്തുന്നത് ചൈനയെയാണ് കൂടുതൽ ബാധിക്കുക. ഒമാനി ക്രൂഡിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. കയറ്റുമതി പ്രതിദിനം 50,000 ബാരൽ എന്ന നിലയിലേക്ക് കുറക്കുവാനാണ് സാധ്യത. OPEC രാഷ്ട്രങ്ങളുമായുള്ള ധാരണ പ്രകാരം കഴിഞ്ഞ ജനുവരി മുതൽ ഒമാൻ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുറച്ചിരുന്നു. 1 ദശലക്ഷം ബാരലിന് മുകളിലായിരുന്ന പ്രതിദിന ഉൽപ്പാദനം 9.6 ലക്ഷം ബാരലായാണ് കുറച്ചത്. സോഹർ റിഫൈനറിയുടെ വിപുലീകരണ ജോലികൾ കഴിഞ്ഞ മാസം പകുതിയോടെയാണ് പൂർത്തീകരിച്ചത്. വിപുലീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പ്ലാന്റുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സോഹർ റിഫൈനറിക്ക് അധിക എണ്ണ വേണ്ടിവരുമെന്ന് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബറിൽ അറിയിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ബഹ്റൈനിൽ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 400 ദിനാർ ഫീസ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം പാർലമെന്റ് ചർച്ച ചെയ്യും. 2015-16 വർഷത്തെ കണക്കനുസരിച്ച് ബഹ്റൈനിലെ സർക്കാർ സ്കൂളുകളിൽ 16,748 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ബഹ്റൈനിൽ വിദേശ വിദ്യാർത്ഥികൾ വർദ്ധിക്കുന്നത് മൂലം വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിനുണ്ടാകുന്ന അമിത ചെലവ് കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഭാരിച്ച ചെലവ് സർക്കാരിന് ബാധ്യതയായ സാഹചര്യത്തിലാണ് നിർദ്ദേശം ചർച്ച ചെയ്യാൻ പാർലമെന്റ് തയ്യാറായത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഫീസ് ബാധകമല്ല. വിദേശ പൗരൻ വിവാഹം ചെയ്ത സ്വദേശിയുടെ മക്കൾ ബഹ്റൈനിൽ സ്ഥിരതാമസമാണെങ്കിൽ അവർക്കും ലഭിക്കും. ബഹ്റൈനിൽ വിവിധ തൊഴിൽ മേഖലകളിൽ ഉണ്ടാവുന്ന ഒഴിവുകളിലേക്ക് പ്രഥമ പരിഗണന സ്വദേശികൾക്കെന്ന് സിവിൽ സർവീസ് ബ്യൂറോ വ്യക്തമാക്കി. സ്വദേശികൾ ലഭ്യമല്ലെങ്കിൽ മാത്രമേ വിദേശികൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ. തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാധ്യമങ്ങളിൽ നൽകുന്നതിനും നിയന്ത്രണങ്ങൾ പാലിക്കും. സ്വദേശി അപേക്ഷകരെ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ഒഴിവ് നികത്താൻ വിദേശ മാധ്യമങ്ങളിൽ പരസ്യം നൽകുകയും അർഹരായവരെ നിയമിക്കുകയും ചെയ്യും. ഷാർജയിൽ റോഡ് വിപുലീകരണം അൽ ഖാസ്മി റോഡ് 20 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടും. റോഡ് വിപുലീകരണത്തിന്റെ ഭാഗമായി പ്രധാന റോഡുകളിലൊന്നായ ഷൈഖ് റാഷിദ് ബിൻ സഖർ അൽ ഖാസ്മി റോഡാണ് വിപുലീകരണം നടത്തുന്നത്. ഈ മാസം 28 മുതൽ രാത്രി മുതൽ രാവിലെ 6 മണി വരെ വിപുലീകരണത്തിൽ ഭാഗമായി അടച്ചിടാനാണ് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഏപ്രിൽ 6-ന് ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. കടലിലെ നീന്തൽ മത്സരത്തിനായുള്ള ഗ്ലോബൽ സ്വിമ്മിംഗ് സീരീസിലെ ഒരു മത്സരത്തിന് ദുബായും വേദിയാവുന്നു. മാർച്ച് 31-ന് വെള്ളിയാഴ്ചയാണ് ദുബായിലെ മത്സരങ്ങൾ. ജുമേറയിലെ ബുർജ് അൽ അറബിന് ചുറ്റുമായിട്ടായിരിക്കും നീന്തൽ മത്സരം. ദുബായ് സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് ദുബായ് ഹോൾഡിംഗ്സ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജുമേറ ഗ്രൂപ്പും അൽ ജലീല ഫൗണ്ടേഷനും പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അൽ ജലീല ഫൗണ്ടേഷന്റെ അമിത വണ്ണം സംബന്ധിച്ച ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1600 മീറ്ററിലും 800 മീറ്ററിലുമാണ് മത്സരങ്ങൾ. 80 ദിർഹം മുതൽ 200 ദിർഹം വരെയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഗ്ലോബൽ സ്വിമ്മിംഗ് സീരീസിന്റെ 13ാമത് എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. 29 രാജ്യങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയിൽ 63,000 പേരാണ് പങ്കാളികളാകുന്നത്. ദുബായിലെ നീന്തലിൽ 500-ലധികം നീന്തൽ താരങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് ഹോൾഡിംഗ്സ് കോർപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാമിന്റെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ മത്സരം ഏറ്റെടുത്തിരിക്കുന്നത്. ജേതാക്കൾക്കും മത്സരം പൂർത്തിയാക്കുന്നവർക്കും ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടാകും. 16 വയസ്സിന് മുകളിലുള്ള ആരോഗ്യവാന്മാരായ ആർക്കും മത്സരത്തിനായി നീന്താനിറങ്ങാം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ നേരത്തെ ഓൺലൈൻ വഴി പേര് രജിസ്റ്റർ ചെയ്യണം. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഷാർജയിൽ വിനോദസഞ്ചാരികൾക്കായി പുതിയൊരു കേന്ദ്രമൊരുങ്ങി. മലീഹയിൽ ഷാർജ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഡെസേർട്ട് പാർക്കാണ് പുതിയ സങ്കേതം.
ഷാർജ മലിഹ റോഡിലെ പുതിയ പാർക്കിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലവും ബൈക്കുകളും ബാർബിക്യൂവും ചെയ്യാനുള്ള സൗകര്യം, ഫുട്ബോളും വോളിബോളും കളിക്കാനുള്ള ഗ്രൗണ്ട് എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി ഒരു ഹാപ്പിനെസ് ട്രെയിനും ഓടും. ആവശ്യക്കാർക്കായി റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പാർക്കിന്റെ പ്രവർത്തന സമയം. ശനിയാഴ്ചയും ബുധനാഴ്ചയും കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. തിങ്കളാഴ്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മാത്രമാണ് പ്രവേശനം പരിമിതപ്പെടുത്തുക. ബാക്കി ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട്. പ്രധാന റോഡിൽ നിന്നും മരുഭൂമിയിലൂടെ കുറച്ച് യാത്ര ചെയ്തു വേണം പാർക്കിലെത്താൻ. മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരവും വിനോദവുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഷാർജ പോലീസ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഷാർജ. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മദർ ഓഫ് നാഷണൽ ഫെസ്റ്റിവൽ. അബുദാബി വിനോദസഞ്ചാര സാംസ്കാരിക അതോറിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആദ്യ ദിവസം തന്നെ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. UAE രാഷ്ട്രമാതാവ് ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക്കിന്റെ ബഹുമാനാർത്ഥമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഷെയ്ഖ ഫാത്തിമയുടെ പ്രതിബദ്ധതയും പ്രചോദനവും ആവേശകരമായ പ്രവർത്തനങ്ങളും വിവരിക്കുന്ന ഹാപ്പിനെസ് സോൺ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പുതുമ പകരും. ബീച്ച് ഡൈനിങ് സോണിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാകും. എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്കും, പ്രത്യേകിച്ച് അമ്മമാർക്കും കുട്ടികൾക്കും വിനോദവും സന്തോഷവും പകരുന്ന പരിപാടികളാണ് ഫെസ്റ്റിവൽ നഗരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 50 തരം ഭക്ഷ്യപാനീയങ്ങൾ തിരഞ്ഞെടുക്കുവാനും രുചി ആസ്വദിക്കുവാനുമുള്ള അവസരവും ഉണ്ടായിരിക്കും. മുതിർന്നവർക്ക് 20 ദിർഹവും 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് 5 ദിർഹവുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ദിവസവും വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ഗൾഫ് ടൈമിൽ ഒരിടവേള.